ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോൻ്റെ പ്ലഷർ വണ്ടി നമ്മൾ എൻജിൻ വർക്കായിട്ട് കംപ്ലീറ്റ് എൻജിൻ വർക്കിന് വേണ്ടി കയറിയായിരുന്നു. അതായത് വണ്ടി ഓട്ടത്തിൽ ഓയിൽ തീർന്ന് പിസ്റ്റം പിടിച്ച് കംപ്ലൈൻ്റ് ആയിരുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ എൻജിൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കിൻ്റെ ഡീറ്റെയിൽസ് ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കാവുന്നതാണ് കേട്ടോ. ഇതിനകത്ത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം എന്ന് വെച്ചാൽ നിലവിൽ സ്കൂട്ടർ മോഡൽ വണ്ടികളുടെ എൻജിൻ 3 പാർട്ടായിട്ടാണ് വരിക. 3 ഭാഗമായിട്ട് വർക്ക് ചെയ്യും. അതായത് ഒന്ന് നമുക്കിപ്പോൾ നമ്മൾ റിപ്പയർ ചെയ്ത ഭാഗം, അതായത് സിലിണ്ടർ, പിസ്റ്റൺ, ക്രാങ്ക് അടക്കം വരുന്നൊരു യൂണിറ്റ്, അവിടെയാണ് നമുക്ക് പവർ ജനറേഷൻ നടക്കുക. അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആ പവർ ക്ലച്ചിനകത്തേക്ക് വന്നിട്ട് ബെൽറ്റ് വഴി ഗിയർ ട്രാൻസ്മിഷനിലേക്ക് പോകാം. അപ്പോൾ പവർ അവിടെ ഉൽപ്പാദിപ്പിക്കണം. ക്ലച്ചിൻ്റെ ഭാഗം രണ്ടാമത്തെ വേറൊരു ഭാഗമാണ്. പിന്നെയുള്ളത് ഗിയർ ഭാഗം, ഗിയർ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഭാഗം കൂടിയുണ്ട്. അങ്ങനെ മൊത്തം 3 ഭാഗമായിട്ടാണ്. 3 ഭാഗമാണെങ്കിലും എൻജിൻ യൂണിറ്റ് ഒറ്റ യൂണിറ്റായിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നമുക്ക് മെയിൻ്റനൻസ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ വരുന്ന ഭാഗമാണ്, പവർ ജനറേഷൻ വരുന്ന ഭാഗമാണ്. അതായത് സിലിണ്ടർ, പിസ്റ്റൺ, ക്രാങ്ക് അടക്കം വരുന്ന ഭാഗത്ത് മാത്രമാണ് നമ്മൾ റിപ്പയർ ചെയ്തേക്കണേ. ക്ലച്ചിൻ്റെ ഭാഗത്തും നമ്മൾ റിപ്പയറിംഗ് ഒന്നുമില്ല. ഗിയർ ബോക്സിൻ്റെ ഭാഗവും നമ്മൾ അഴിച്ചിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു എസ്റ്റിമേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശം എനിക്ക് തോന്നുന്നു 17,000 ചില്ലാൻ രൂപ നമുക്കതിന് എസ്റ്റിമേറ്റ് വന്നിരുന്നു. ആ വർക്കിനകത്ത് നമ്മൾ ഗിയർ ബോക്സും കൂടി നമ്മൾ ഉൾപ്പെടുത്തി. ഗിയർ ബോക്സ് ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് ചെറിയൊരു ഓയിൽ ലീക്കിൻ്റേതായിട്ടുള്ളൊരു നനവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റിലത്തെ എസ്റ്റിമേറ്റിൽ. അപ്പോൾ അത് നമുക്ക് ഏകദേശം ഒരു 17,000 രൂപയുടെ അടുത്തൊക്കെ എസ്റ്റിമേറ്റ് വന്നിരുന്നു. അപ്പോൾ അത് മാക്സിമം ചിലവ് ചുരുക്കാൻ പറയുമ്പോൾ നമുക്ക് എമൗണ്ട് കുറയ്ക്കുമ്പോൾ അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. കാരണം ഓയിൽ ലീക്ക് മാത്രമാണ് നമുക്ക് കാണിച്ചിരുന്നത്. അപ്പോൾ ആ ഭാഗം നമ്മൾ ഒഴിവാക്കി ബാക്കിത്തെ വർക്കാണ് ചെയ്തതാണ്. ക്ലച്ചിനകത്തും പ്രത്യേകിച്ച് നമുക്ക് വേറൊരു കംപ്ലയിൻസ് എന്ന് പറയാവുന്ന രീതിയിൽ നിലവിൽ ഇപ്പോൾ ഇല്ല. ബെൽറ്റൊക്കെ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റാണ്. പക്ഷെ എന്നാൽ പോലും കംപ്ലയിൻസ് എന്ന് പറയാവുന്ന രീതിയിൽ ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ നമുക്ക് എൻജിൻ വർക്കിന് അഴിക്കുമ്പോൾ ക്ലച്ച് ഭാഗം അഴിക്കണമെന്ന് മാത്രം അഴിച്ച് നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. അതല്ലാതെ വേറെ പാർട്സുകൾ മാറ്റുകയോ വേറെ ഒന്നും ചെയ്തിട്ടില്ല, മാറ്റേണ്ടി വരുമൊന്നും ചെയ്തിട്ടില്ല. ഗിയർ ബോക്സിൻ്റെ ഭാഗമാണെങ്കിൽ നമ്മൾ അഴിച്ചിട്ടുമില്ല. ചെറിയൊരു ഓയിൽ ലീക്കേജ് ഉണ്ടായിരുന്നു, എങ്കിൽ പോലും നമ്മളത് അഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കുക, നമുക്ക് ആ പവർ ജനറേഷൻ നടക്കുന്ന ഭാഗം മാത്രമാണ് നമ്മൾ റിപ്പയർ ചെയ്തേക്കണേ. അതിനകത്ത് തന്നെ നമുക്കത് ഒക്കെ ലെയ്ത്ത് വർക്കായിട്ടാണ് ചെയ്തേക്കണേ, എമൗണ്ട് കുറയ്ക്കാനായിട്ട്. അപ്പോൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയിരിക്കുക. കാരണം ഞാൻ പിന്നീട് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നാൽ കൺഫ്യൂഷൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് പറയണേൻ്റെ കേസ്. പിന്നെ നമുക്കതിനകത്ത് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ 1 വർഷത്തെ വാറണ്ടി നമ്മളതിനകത്ത് പറയുന്നുണ്ട്. 1 വർഷം ലെയ്ത്ത് വാറണ്ടി ആയിട്ടാണ് വരാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഫസ്റ്റിലത്തെ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ അത് അങ്ങനെ കിട്ടണമെങ്കിൽ പോലും നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ വാറണ്ടിയുടെ പീരീഡിൽ കറക്റ്റ് നമ്മളതിൻ്റെ പീരിയോഡിക് സർവീസുകളൊക്കെ കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് ക്ലെയിമിന് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കംപ്ലയിൻറ്റ് വന്നാൽ അപ്പോൾ വരും എന്ന് ഒരു നിർബന്ധവുമില്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പോലെയൊക്കെ ഇരിക്കും വണ്ടിയുടെ എൻജിൻ്റെ ലൈഫൊക്കെ. അപ്പോൾ 1 വർഷം നമ്മൾ കറക്റ്റായിട്ട് പരിപാലിച്ചിട്ടും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഒരു കോമ്പൻസേഷൻ നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യണത്. ഇത് ലെയ്ത്ത് വാറണ്ടി ആയതുകൊണ്ട് അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ലെയ്ത്ത് വർക്കിനായിരിക്കും, ചെയ്തിരിക്കുന്ന ലെയ്ത്ത് വർക്കിനായിരിക്കും. അപ്പോൾ അവരുടെ ഡിസിഷനാണ് അത് എങ്ങനെയാണ് തരണോ വേണ്ടയോ എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത് അവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സർവീസ് ഹിസ്റ്ററിയൊക്കെ കറക്റ്റാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അത് ചോദിച്ച് മേടിക്കാനായിട്ട് പറ്റും. ആ റെസ്പോൺസിബിലിറ്റി മാസ് മോട്ടോഴ്സിനുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്തു തരും. സർവീസ് ഹിസ്റ്ററി കറക്റ്റാണെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ അതും അറിഞ്ഞിരിക്കുക. അപ്പോൾ അതിൻ്റെ പീരിയോഡിക് സർവീസിൻ്റെ ടൈമൊക്കെ കറക്റ്റായിട്ട് ഇവിടുന്ന് നോട്ട് ചെയ്ത് തരും. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞിരുന്ന നമുക്ക് രണ്ടാമതൊരു എസ്റ്റിമേറ്റ് നമ്മൾ ഇട്ടിരുന്നു ഏകദേശം വണ്ടി ചെയ്യുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ അതിനകത്ത് ചെറിയൊരു വേരിയേഷനൊക്കെ വന്നിട്ടുണ്ട്. ലെയ്ത്ത് വർക്ക് ചെയ്തിരിക്കുന്നതിൽ തന്നെ എമൗണ്ടിൽ ഏകദേശം ഒരു 300-350 രൂപയുടെയൊക്കെ ലെയ്ത്ത് വേരിയേഷനൊക്കെ വന്നിട്ടുണ്ട് ലെയ്ത്ത് വർക്കിൽ തന്നെ. പിന്നെ പാർട്സുകളും 1-2 പാർട്സുകളൊക്കെ നമുക്ക് അഡീഷണൽ എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ആയാലും ഈ ചോക്കിൻ്റെ കേബിളും കൂടി നമുക്ക് മാറ്റണം. ഈ ചോക്ക് കേബിളൊക്കെ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി നമ്മൾ മാറ്റണം. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷനൊക്കെ ബില്ലിനകത്ത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നോക്കാം. ഏകദേശം ചെറിയൊരു വേരിയേഷൻ ഒരു 500-600 രൂപയുടെയൊക്കെ വ്യത്യാസം അതിനകത്ത് വരും ബില്ലിനകത്ത്. നമ്മൾ രണ്ടാമത് തന്ന എസ്റ്റിമേറ്റിന് ആ എസ്റ്റിമേറ്റിനേക്കാൾ ഒരു അല്പം കൂടി ഒരു 600 രൂപയുടെ വ്യത്യാസം എന്തോ വരുന്നുണ്ട് അതിനകത്ത് കേട്ടോ. അതും കൂടി അറിഞ്ഞിരിക്കാം. പിന്നെ ഇതിനകത്തുള്ളത് എന്ന് പറഞ്ഞാൽ കാർബേറ്ററൊക്കെ നമ്മൾ അഴിച്ച് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടൊക്കെയാണ് റീസെറ്റ് ചെയ്തേക്കണേ. പക്ഷേ ഇപ്പം നിലവിൽ കാർബേറ്ററിന് കംപ്ലയിൻറ്റ് ഇല്ലെങ്കിൽ കൂടി കാർബേറ്ററിൻ്റെ ഫ്ലോട്ട് വാൽവ് എന്ന് പറയും, അതിൻ്റെ ഉള്ളിൽ പെട്രോൾ ആവശ്യത്തിന് നിറഞ്ഞു കഴിയുമ്പോൾ അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് ലോക്കാവണ ഒരു ഫ്ലോട്ട് വാൽവ് അതിനകത്ത് വന്നിട്ടുണ്ട്. ആ വാൽവ് വന്ന് അടയണ ഭാഗമൊക്കെ നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട് കാർബേറ്ററിന്. പഴക്കം കൊണ്ട് വന്നേക്കണതാണ്. അപ്പോൾ ഇപ്പം നിലവിൽ കംപ്ലയിൻറ്റ് ഇല്ലെങ്കിൽ കൂടി അതിൻ്റെ ഒരു കംപ്ലയിൻറ്റും കൊണ്ട് ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റൊക്കെ വന്നുകൂടായികയില്ല കേട്ടോ. അതൊക്കെ അറിഞ്ഞിരിക്കുക. അത് വണ്ടിയുടെ പഴക്കം കൊണ്ട് വരുന്ന പ്രോബ്ലംസാണ് അതൊക്കെ കേട്ടോ.
ബാക്കിയത്തെ വർക്കുകൾ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാൻ ബില്ലയക്കുമ്പോൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ.